ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതായിരുന്നു ഡി ആർ ബൈ ഡി ടിയുടെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്ക് സ്മൂത്ത് കർവ് എന്താ നമ്മൾ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞാൽ അതിന് കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. ഏത് നമ്മുടെ വെക്റ്റർ ഫംഗ്ഷൻ്റെ കോമ്പണൻസിനെല്ലാം കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. അത് സൈമൾട്ടേനിയസ്ലി സീറോ വരാനും പാടില്ല. ഓക്കെ, ദ കർവ് ട്രേസ്ഡ് ബൈ ആർ ഈസ് സ്മൂത്ത് ഇഫ് ഡി ആർ ബൈ ഡി ടി ഈസ് കണ്ടിന്യൂസ് ആൻഡ് നെവർ ദ വെക്റ്റർ സീറോ. ഓക്കെ, ദെൻ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡി ആർ ബൈ ഡി ടി, that is tangent vector. dr by dt എന്നാൽ ടാൻജന്റ് വെക്ടർ ആണ്. ടാൻജന്റ് വെക്ടറിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നോക്കാനുള്ളത്. വി നൗ ഷോ ദാറ്റ് ഇഫ് ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു സീറോ വെക്ടർ, അതായത് നമ്മുടെ ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സീറോ വെക്ടർ ആവില്ല നമുക്ക് കാണിക്കണം. അറ്റ് എ പോയിന്റ് പി കറസ്പോണ്ടിങ് ടു ടി, then it may be drawn tangent to the curve at p, multiplying the vector delta r equal to r of t plus delta r minus r of t. Okay, by the scalar 1 by delta t, we get the vector delta r by delta t, that's equal to r of t plus delta r minus r of t divided by delta t. Hence the vector delta r equal to r of t plus delta t minus r of t equal to, and delta r by delta t equal to r of t plus delta t minus r of t by delta t are parallel. If assume that limit delta t tending to 0 delta r by delta t exists, it seems to conclude that delta t tending to 0 r of t and r of t plus delta t become close as a consequence. അത് ഈ ഡെൽറ്റ ടി സീറോയിലേക്ക് കൊണ്ടുപോകും. അത് ഡെൽറ്റ ടി നമ്മൾ വളരെ ചെറുതായിട്ട് എടുക്കുമ്പോൾ ആർ ഓഫ് ടിയും ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്നാണ് വെരി ക്ലോസ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആയിട്ട് വരും. ദ ലിമിറ്റിംഗ് പൊസിഷൻ ഓഫ് ദി വെക്ടർ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇസ് എ വെക്ടർ പാരലൽ ടു ദി ടാൻജന്റ് ലൈൻ പി. ടാൻജന്റ് ലൈൻ പിക്ക് പാരലൽ ആയിട്ടാണ് വരും. ഓക്കെ, ഇതാണ് ടാൻജന്റ് ലൈൻ. ഈ പിയിൽ കറസ്പോണ്ട് വരുന്ന ടാൻജന്റ് ലൈൻ. ഓക്കെ, അതിന് കറസ്പോണ്ട് വരുന്ന കോമ്പണന്റ് വെക്ടേഴ്സ് ആണ് ആർ ഓഫ് ടിയും ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡെൽറ്റ ടി നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി സീറോയിലേക്ക് വരും. അതായത് ഓക്കെ, ദെൻ ഡെഫിനിഷൻ. The tangent line to the curve at a point x of t, y of t, z of t. x of t, y of t, z of t എന്ന പോയിന്റിന് കറസ്പോണ്ട് വരുന്ന ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ is defined to be the line through the point parallel to delta dr by dt at t. അപ്പോൾ ഈ ഡി ആർ ബൈ ഡി ടിക്ക് പാരലൽ ആയിട്ട് വരുന്ന ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി എന്ന പോയിന്റ് കറസ്പോണ്ട് വരുന്ന ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, റിമാർക്ക്. We request dr by dt not equal to 0 for a smooth curve to make sure that the curve has a continuous turning tangent at each point. On a smooth curve, there are no sharp corners or cups. Okay, ഒരു സ്മൂത്ത് കർവിൽ ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടാവില്ല, കാരണം അതിനെല്ലായിടത്തും എന്താണ് ടാൻജന്റ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന രൂപം കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഷാർപ്പ് കേർവ്സ് ഉണ്ടായിരിക്കും, പോലെ കപ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ദെൻ ഒരു എക്സാമ്പിൾ ആണ് ടാൻജന്റ് വെക്ടേഴ്സ്. Graph the curve C that is traced by the point P, whose position is given by r equal to cos 2t I cap plus sin t j cap 0, where 0 less than or equal t less than or equal to 2 pi. Graph r dash of 0 and r dash of pi by 6. By trigonometry identity we get cos 2t എന്ന് പറഞ്ഞാൽ എന്താണ് 1 minus 2 sin square t ആണ്. ഓക്കെ, അപ്പോൾ cos 2ന്റെ ഗ്രാഫ് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് പോവുക. ഓക്കെ, ഇതാണ് cos 2tയുടെ graph. Referring the figure, the parametric equation x is equal to cos 2t, y equal to sin t. ഈ ഡോട്ട് ലൈൻ ആണ് എന്ത്, sin t-ന്റെ ഗ്രാഫ്. ഓക്കെ, ഡോട്ട് ലൈൻ ആണ് sin t-ന്റെ ഗ്രാഫ്. where 0 less than or equal t less than or equal to 2 pi gives x is equal to 1 minus 2 y square. നമ്മൾ x is equal to cos 2t, y equal to sin 2t എടുക്കുകയാണ് എങ്കിൽ നമ്മൾ cos 2t equal to 1 minus 2 sin square t എന്ന് കൊടുത്തു. അപ്പോൾ sin t equal to y ആകുമ്പോൾ x is equal to 1 minus 2 y square എന്ന് കൊടുക്കുമ്പോൾ minus 1 less than or equal to x less than or equal to 1 is a portion of a parabola. ഈ x is equal to 1 minus 2 y square ഒരു പാരാബോളയുടെ പോർഷൻ ആയിട്ട് വരും. അതായത് ലെഫ്റ്റിലേക്ക് തുറന്നിരിക്കുന്ന ഒരു പരാബോള x is equal to 1 minus 2 y square where minus 1 less than or equal to x less than or equal to 1 വരും. From r dash equal to minus 2 sin 2t I cap plus cos t j cap, we find r dash of 0 equal to എന്ത് വരും, j cap വരും, and r dash of pi by 6 is equal to minus root 3 I plus root 3 by 2 j cap. These vectors are drawn tangent to the curve C at the point എവിടെ, cos 0 sin 0. cos 0 sin 0 എന്നാൽ 1 0, and cos 2 pi by 3 sin pi by 6, that's equal to 1 by 2 1 by 2 respectively. Okay, that is ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതായത്
1 0ക്ക് ടാൻജൻ്റ് ആയിട്ട് വരുന്ന ഗ്രാഫ്, ഈ 1/2 ടാൻജൻ്റ് ആയിട്ട് വരുന്ന ഗ്രാഫ്. ദ നെക്സ്റ്റ് ടാൻജൻ്റ് ലൈൻ. Find parametric equation of the tangent line at the point t equal to 3 to the graph of the curve C, whose parametric equation are x is equal to t square, y equal to t square minus t, z equal to minus 70 ആണ്. The vector function that gives the position of the point P on the curve is given by r equal to നമുക്ക് x of t I cap plus y of t j cap plus z of t k cap. x of t y of t z of t നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. then vector r equal to എന്തായിട്ട് മാറും? t square I cap plus t square minus t j cap minus 7t k cap വരും. Now vector r dash is equal to 2t I cap plus 2t minus 1 j cap minus 7 k cap. And so when t equal to 3 ആകുമ്പോൾ വരും r dash of 3 equal to നമ്മൾ tക്ക് പകരം 3 കൊടുക്കുക 6 I cap plus 5 j cap minus 7 k cap, which is a tangent vector to the curve C. അല്ലെ, നമുക്ക് ആറിൻ്റെ ഡെറിവേഷൻ ആണ് ടാൻജന്റ് വരിക. at the point whose position vectors are, നമ്മൾ എന്ത് ആറിൽ ടിക്ക് പകരം 3 കൊടുക്കുക. ദാറ്റ് ഈസ് r of 3 equal to എന്ത് വരും? 9 I cap plus 6 j cap minus 21 k cap. That is at the point P of 3, 6 minus 21. We know that a straight line L through a point A equal to A1, A2, A3 with the position vector A equal to A1 I cap plus A2 j cap plus A3 k cap in the direction of a constant vector B equal to B1 I cap plus B2 j cap plus B3 k cap can be represented by the vector valued function. നമ്മൾ എക്സാമ്പിളിൽ പഠിച്ചിട്ടാണ് എന്തായിരുന്നു? r of t equal to a plus t b ആണ്. ദാറ്റ് ഈസ് a1 plus t b1 I cap plus a2 plus t b2 j cap plus a3 plus t b3 k cap ആണ്. ആൻഡ് ഹെൻസ് ദ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് എന്താ വരിക? എക്സ് ഓഫ് ടി ഇവിടെ എന്താ വരിക? a1 plus t b1, y of t ആണ് a2 plus t b2, z of t ആണ് a3 plus t b3 വരും. ഹെൻസ് യൂസിങ് ദി കോമ്പണൻസ് ഓഫ് ദ കറസ്പോണ്ടിങ് വെക്റ്റർ r dash of 3 എന്ത് വരും? 6i plus 5j minus 7 k cap equal to എന്ത് വരും? b1 I cap plus b2 j cap plus b3 k cap. And we see that the parametric equation of the tangent line through the point p of 3, 6 minus 21 equal to എന്ത് വരും? p of a1, a2, a3 are x of t equal to a1 t b1 ആണ്. a1 ഉം b1 നമുക്കറിയാവുന്നതാണ്. then 3 plus 6t വരും. y of t equal to a2 plus t b2, that is equal to 6 plus 5t വരും. z of t equal to minus 21 minus 7t വരും. ഓക്കെ, the next ഒരു തിയറം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചെയിൻ റൂൾ. if r of t, that is vector r, is a differentiable vector valued function and this so s is equal to u of t is a differentiable scalar function, then the derivative of r of s with respect to t is dr by dt equal to dr by ds into ds by dt, that is r dash of s into u dash of t ആയിരിക്കും. അതായത് r എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, എസ് എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി ഒരു ഡിഫറൻഷ്യബിൾ സ്കാലാർ ഫംഗ്ഷൻ. അപ്പോൾ എസ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, ആർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദെൻ നമ്മളുടെ ആറിൻ്റെ ഡെറിവേഷൻ നമുക്ക് ചെയിൻ റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുക? ആറിന് ആദ്യം വിത്ത് റെസ്പെക്ട് ടു എസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ദെൻ എസിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യും. അതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. r of s is equal to cos 2s plus sin 2s plus e raised to minus 3s into k cap ആണ്. അവിടെ s എന്ന് പറഞ്ഞാൽ t raised to 4 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ എസിന് ആറിന് വിത്ത് റെസ്പെക്ട് എസ് ചെയ്യണം, ഇതിന് എസിന് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണം. ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു മൈനസ് 2 sin 2s i cap പ്ലസ് 2 cos 2s j cap മൈനസ് 3 e raised to minus 3s k cap ആൻഡ് ഡി എസ് ബൈ ഡി ടി എന്ത് വരും? 4t ക്യൂബ് ആണ്. therefore ചെയിൻ റൂൾ വെച്ചിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്? dr by ds into ds by dt ആണ്. that is minus 2 sin 2s i cap plus 2 cos 2s j cap minus 3 e raised to minus 3s k cap into 4 e raised to t ആണ്. 4 into t cube ആണ്. that is നമ്മൾ എന്ത് ചെയ്യുക? 4t cube നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. then we get minus 8t cube sin 2t raised to 4 i cap plus 8t cube cos 2t raised to 4 j cap minus 12t cube e raised to minus 3 e t raised to 4. അതിന് എസിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? t raised to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ദിസ് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പീസ് വൈസ് സ്മൂത്ത് കർവ്. എന്താണ് പീസ് വൈസ് സ്മൂത്ത് കർവ്? അപ്പം കണ്ടിന്യൂസ്ലി ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്ന കർവ് ആണെങ്കിൽ നമുക്ക് അതിനെ സ്മൂത്ത് കർവ് എന്ന് പറയും. ചില കേസിൽ നമ്മൾ ആ കർവിനെ കട്ട് ചെയ്ത് നമുക്ക് അതിനെ സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ കർവ് ദാറ്റ് ഈസ് made up of a finite number of smooth curve pieced together in a continuous fashion is called piecewise smooth curve. That is differentiation rule വരുന്നുണ്ട് അതിൻ്റെ കൂടെ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ ഡി ബൈ ഡി ടി ഓഫ് സി ഈക്വൽ ടു എന്താണ്? 0 ആയിരിക്കും. ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും.
ഇഫ് വെക്റ്റർ യു ആൻഡ് വെക്റ്റർ വി ആർ ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫങ്ഷൻസ് ഓഫ് ടി. വെക്റ്റർ യുവും വെക്റ്റർ വിയും എന്താണ്? ഡിഫറൻഷ്യബിൾ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. അങ്ങനെയെങ്കിൽ സ്കേലാർ മൾട്ടിപ്പിൾ റൂൾ ആണ് ഫസ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു എന്താണ്? സി ഇൻറ്റു ഡി യു ബൈ ഡി ടി. നമുക്ക് യു ഒരു ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. then ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ എടുത്തിട്ട് അതിന് ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി സ്കേലാർ സി. then ഡി ബൈ ഡി ടി ഓഫ് എഫ് ഇൻറ്റു യു ഈക്വൽ ടു എന്താണ്? ഡി എഫ് ബൈ ഡി ടി ഇൻറ്റു യു പ്ലസ് എഫ് ഇൻറ്റു ഡി യു ബൈ ഡി ടി ആയിരിക്കും എനി ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. then സം റൂൾ ഡി ബൈ ഡി ടി ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി യു ബൈ ഡി ടി പ്ലസ് ഡി വി ബൈ ഡി ടി ആണ്. അതുപോലെ ഡി ബൈ ഡി ടി ഓഫ് യു മൈനസ് വി, അത് ഡിഫറൻഷിയേഷൻ, സോ അതിൻ്റെ ഡെറിവേഷൻ, സോറി അതിൻ്റെ ഡിഫറൻസ്. ഡി ബൈ ഡി ടി ഓഫ് യു ബൈ വി ഈക്വൽ എന്നാണ്? ഡി യു ബൈ ഡി ടി മൈനസ് ഡി വി ബൈ ഡി ടി ആയിരിക്കും. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് റൂൾ, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി യു ബൈ ഡി ടി ഡോട്ട് വി പ്ലസ് യു ഡോട്ട് ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എന്താണ് എങ്ങനെ വരിക? ഡി ബൈ ഡി ടി ഓഫ് യു ക്രോസ് വി ഈക്വൽ ടു എന്താണ്? ഡി യു ബൈ ഡി ടി ക്രോസ് വി പ്ലസ് യു ക്രോസ് ഡി വി ബൈ ഡി ടി. വെക്ടറിൽ നമുക്കറിയാവുന്നതാണ് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും രണ്ട് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ആണ്. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് റൂളും ക്രോസ് പ്രൊഡക്റ്റ് റൂളും അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. ഷോ ദാറ്റ് ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ആർ വേർ ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ആയത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ലെറ്റ് വെക്റ്റർ ആർ ഈക്വൽ ടു എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് സെഡ് കെ ക്യാപ്പ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് കാണിക്കാം. ആർ ഈക്വൽ ടു അതാണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ത് വരിക? ആർ ഈക്വൽ ടു മോഡ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ നമുക്ക് അറിയാവുന്നതാണ്. ഡി ആർ ബൈ ഡി ടി എന്ത് വരും? ഡി എക്സ് ബൈ ഡി ടി ഐ ക്യാ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ക്യാ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ ക്യാപ്പ് ആണ്. ദെൻ ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ത് വരും? ആർ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ടുള്ള എക്സ് ഐ അല്ലേ? ഓക്കെ, ഇവിടെ എക്സ് മിസ് ആയിട്ടുണ്ട്. എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് സെഡ് കെ ക്യാപ്പ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഐ ക്യാ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ക്യാ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ ക്യാപ്പ്. ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്താണ്? ഐയുടെ ടേംസ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക പ്ലസ് ജെയുടെ ടേംസ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക പ്ലസ് കെയുടെ ടേംസ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക. ദാറ്റ് ഈസ് ഇവിടുത്തെ ഐയുടെ ടേംസ് എന്താണ്? എക്സ് ഉണ്ടായിരുന്നു. എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. അപ്പോൾ ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ലെഫ്റ്റ് സൈഡ് ഓഫ് ദാറ്റ് ഇക്വേഷൻ ഈക്വൽ ടു നമുക്ക് ഇത് കിട്ടി. ദെൻ ആർ ഈക്വൽ ടു ഇതാണ്, അതായത് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഡി ആർ ബൈ ഡി ടി എന്ത് വരും? ഇതിൻ്റെ ഡെറിവേഷൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേഷൻ എന്താണ്? 1/2 റൂട്ട് എക്സ് ആണ്. സോ 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതിന് വീണ്ടും നമ്മൾ ഡെറിവേഷൻ എടുക്കുന്നത് ദാറ്റ് ഈസ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 2z ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു നമ്മൾ ഇവിടുത്തെ 2ഉം ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഈ എക്സ് ഇൻറ്റു ഈ മുകളിലെ സാധനം എന്താണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ആണ്. താഴെയുള്ള സാധനം നമ്മളുടെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെക്റ്റർ ആർ ഡോട്ട് വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഡിവൈഡ് ബൈ ആർ ആണ്. ദാറ്റ്സ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡി ആർ ബൈ ഡി ടിന് അപ്പുറം കൊണ്ടുപോയി ഡി ആർ ബൈ ഡി ടിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. Then we get x into dx by dt plus y into dy by dt plus z into dz by dt divided by root of x square plus y square plus z square equal to r dot dr by dt divided by r. That's equal to നമ്മൾ എന്ത് ചെയ്യാം? ഈ r dot dr by dt ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ട് ബാക്കി ലൈൻ അപ്പുറം കൊണ്ടുപോകും. Then we get vector r dot dr by dt equal to r into dr by dt. ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ഓക്കെ, ദെൻ വരുന്നതാണ് ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ. ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡെറിവേഷൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ നോക്കി പോവാം. ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ ആർ വിത്ത് റെസ്പെക്ട് ടു ടി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് വെക്റ്റർ ആർ ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി. അപ്പോൾ നമുക്ക് നമ്മളുടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? integral r of t dt. If vector r is any antiderivative of small h vector r, then integral r of t dt equal to vector capital R of t plus vector c. The usual arithmetic rule for indefinite integrals are അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഇൻ്റഗ്രൽസ് കൊടുക്കുന്ന എല്ലാ റൂൾസ് നമുക്ക് ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് നമുക്ക് അപ്ലിക്കബിൾ ആണ്. ലെറ്റ് ആർ ഓഫ് ടി ഈക്വൽ എക്സ് ഓഫ് ടി ഐ ക്യാ പ്ലസ് വൈ ഓഫ് ടി ജെ ക്യാ പ്ലസ് സെഡ് ഓഫ് ടി കെ ക്യാപ്പ് ആണെങ്കിൽ ഇൻ്റഗ്രൽ വെക്റ്റർ ആർ ഓഫ് ടി ഡി ടി എന്ത് വരും? ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടി ഡി ടി ഐ ക്യാ പ്ലസ് ഇൻ്റഗ്രൽ വൈ ഓഫ് ടി ഡി ടി ജെ ക്യാ പ്ലസ് ഇൻ്റഗ്രൽ സെഡ് ഓഫ് ടി ഡി ടി കെ ക്യാപ്പ് ആണ്. പ്രൊവൈഡ്സ് ഡെറിവേറ്റീവ് ഓഫ് ആർ എച്ച് എസ് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓരോ കോമ്പണൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് സം ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ കോസ് ടി ഐ ക്യാ പ്ലസ് ജെ ക്യാപ്പ് മൈനസ് 2
ടി കെ ക്യാപ് ഡി ടി എന്താ വരിക ഓരോ ടേംസ് ഇൻറ്റഗ്രേഷൻ പഠിക്കുക ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ കോസ് ടി ഡി ടി ഐ ക്യാപ് പ്ലസ് ഇൻറ്റഗ്രൽ ഡി ടി ജെ ക്യാപ് മൈനസ് 2 ഇൻറ്റു മൈനസ് ഇൻറ്റഗ്രൽ 2t ഡി ടി കെ ക്യാപ് ഓരോ ഇൻറ്റഗ്രേഷൻ എടുക്കുക ദി സൈൻ ടി പ്ലസ് സി വൺ ഐ ക്യാപ് പ്ലസ് ടി പ്ലസ് സി ടു ജെ ക്യാപ് പ്ലസ് മൈനസ് ടി സ്ക്വയർ പ്ലസ് സി ത്രീ കെ ക്യാപ് നമുക്ക് എല്ലാത്തിനും എന്താണ് ഈ സി വൺ ഐ ക്യാപ് പ്ലസ് സി ടു ജെ ക്യാപ് പ്ലസ് സി ത്രീ കെ ക്യാപ് നമ്മൾ പുറത്ത് വെക്കുക then sin t I cap plus t j cap plus t square k cap plus vector c ആ വെക്ടർ സി ആണ് എന്താണ് നമ്മൾ എടുത്തിട്ടുള്ള c1 I cap c2 j cap minus c3 k cap ആണ് ഓക്കെ then definite integrals indefinite integral ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് definite integral ആകുമ്പോൾ അതിന് നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയിരിക്കും definite integral of the vector valued functions are defined in terms of components that is definition if the components of vector r of t equal to f of t I cap plus g of t j cap plus h of t k cap are integrable over closed interval a b then so is vector r and the definite integral of vector r from a to b is given by നമ്മളുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ് അതിൻ്റെ കോമ്പണൻസ് എന്താണ് ഇൻറ്റഗ്രബിൾ ആണ് ഓൺ ദി ഇൻറ്റഗ്രൽ ക്ലോസ് ഇൻറ്റഗ്രൽ എ ബി എങ്കിൽ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്തായിരിക്കും ഇൻറ്റഗ്രൽ ആയിരിക്കും ഫ്രം ക്ലോസ് ഇൻറ്റഗ്രൽ എ ബി ഓക്കെ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ബി ആർ ഓഫ് ടി ഡി ടി ഈക്വൽ ടു എന്തെങ്കിലും integral a to b f of t dt I cap plus integral a to b g of t dt j cap plus integral a to b h of t dt k cap വരും the usual arithmetic rules for definite integrals apply definite integralന്റെ rules ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് എക്സാമ്പിൾ നോക്കാം ഫസ്റ്റ് വൺ എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് ടി സ്ക്വയർ ഐ ക്യാപ്പ് പ്ലസ് 2t ക്യൂബ് ജെ ക്യാപ്പ് മൈനസ് 3k ക്യാപ്പ് അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇന്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി കണ്ടുപിടിക്കാം അപ്പോൾ ഇന്റഗ്രൽ 1 to 2 എഫ് ഓഫ് ടി ഡി ടി കണ്ടുപിടിക്കാം ഇന്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി എന്ത് വരും നമുക്കറിയാവുന്നതാണ് ഐ ഇൻറ്റു ഇന്റഗ്രൽ ടി മൈനസ് ടി സ്ക്വയർ ടി ടി പ്ലസ് ജെ ഇൻറ്റു 2 ഇൻറ്റു ഇന്റഗ്രൽ ടി ക്യൂബ് ടി ടി മൈനസ് 3 ഇന്റഗ്രൽ ഡി ടി ചെയ്യുമ്പോൾ എന്ത് വരും ഐ ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് സി വൺ പ്ലസ് ടി റെസ്റ്റ് 4 ബൈ 2 പ്ലസ് സി ടു ഇൻറ്റു ഐ ക്യാപ്പ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 3t പ്ലസ് സി ത്രീ വരും നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും അതിന് ഫ്രം നമുക്ക് 1 to 2 ആണ് കൊടുക്കാറ് സോ നമ്മൾ ഇതിനെ മാറ്റി ചെയ്താൽ ടി സ്ക്വയർ ബൈ 2 മൈനസ് ടി ക്യൂബ് ബൈ 3 ഐ ക്യാപ്പ് പ്ലസ് ടി റേസ്റ്റ് 4 ബൈ 2 ജെ ക്യാപ്പ് മൈനസ് 3t കെ ക്യാപ്പ് പ്ലസ് സി വൺ ഐ ക്യാപ്പ് പ്ലസ് സി ടു ജെ ക്യാപ്പ് പ്ലസ് സി ത്രീ കെ ക്യാപ്പ് നമ്മൾ വെക്ടേഴ്സ് സി ആയിട്ട് നമ്മൾ മാറ്റി വേർ വെക്ടർ സി ഈക്വൾ സി വൺ ഐ ക്യാപ്പ് പ്ലസ് സി ടു ജെ ക്യാപ്പ് പ്ലസ് സി ത്രീ കെ ക്യാപ്പ് ആൻഡ് ആർബിട്രറി കോൺസ്റ്റന്റ് വെക്ടർ ആണ് ദെൻ അതിൽ സെക്കൻഡ് ഉണ്ടായിരുന്ന ഇൻറ്റഗ്രൽ 1 to 2 എഫ് ഓഫ് ടി ഡി ടി കണ്ടുപിടിക്കാം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ എന്ത് ചെയ്യുക ലിമിറ്റ് കൊടുക്കുക ദാറ്റ് ഈസ് t square by 2 minus t cube by 3 I cap plus t raised to 4 by 2 j cap minus 3t k cap from 1 to 2 1 into നമ്മൾ substitute ചെയ്യുക then solve ചെയ്യുക then we get 5 by 6 I cap plus 15 by 2 j cap plus minus 3 k cap വരും ഓക്കെ അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ അതേപോലെ തന്നെയാണ് ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ലിമിറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും വരുന്നു എന്നുള്ളൂ അപ്പം ഓരോ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്റ്റ് മനസ്സിലാക്കുക എക്സാമ്പിൾ ചെയ്ത് പഠിക്കുക